ഇപ്പോൾ പി ജെ വിൻസെന്റ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ നോക്കൂ, ഇത് 50% തിരുവ ഉയർത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എങ്ങനെ നോക്കിക്കാണും? അല്ല, അത് ഇന്ത്യയും അത് ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും അത് മാരകമായി ബാധിക്കും. സ്വാഭാവികമായിട്ടും ഡിപ്ലോമസിയുടെ മാർഗത്തിലൂടെ അതിനെ പരിഹരിക്കേണ്ട വരും. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഈ സമുദ്ര ഉൽപ്പന്നങ്ങൾ. അതിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് മുൻകൂട്ടി കണ്ട് ഇവിടെ സമാഹരിച്ച് വെച്ചിട്ടുള്ള അത് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശും ഗുജറാത്ത് മേഖലയിലൊക്കെ നമ്മൾ ധാരാളം മത്സ്യകൃഷി, ഞണ്ട് കൃഷി, ഇങ്ങനെ പല സംഗതികളുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ 50% താരിഫിൽ ഇത് കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ കയറ്റുമതി മേഖലയിൽ. പ്രത്യേകിച്ച് സമുദ്രോൽപ്പന്ന കയറ്റുമതി, ടെക്സ്റ്റൈലിന്റെ കയറ്റുമതിയിലും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ ഈ താരിഫ് ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കും. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇക്കണോമി അല്ല. നമുക്ക് വളരെ ശക്തമായ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് കൂടി ഉണ്ട്. ട്രംപ് ഈ നമ്മളെ വരെ ചുമത്തിയിട്ടുള്ള ഇതൊരു ഒരു പ്രതികാര നടപടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യയെ ഒരു ശത്രു രാജ്യത്തെ പോലെ കണ്ടു. അതായത് 2001 ശേഷം പടിപടിയായി വളർന്നു വന്ന ഒരു ബന്ധമാണ് അമേരിക്ക തമ്മിൽ. അത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ അത് വളരെ ശക്തമായ ഒരു ബന്ധമായി മാറി. ആ ബന്ധത്തെ എല്ലാം അപ്രസക്തമാക്കുന്ന തരത്തിൽ ഒരു ശത്രു രാജ്യത്തോട് എന്ന നിലയ്ക്കാണ് ട്രംപ് ഇപ്പോൾ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അത് നൽകുന്ന ഒരു സൂചന അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ടെസ്റ്റഡ് ഫ്രണ്ട് അല്ല അമേരിക്ക. എന്തുകൊണ്ട് അങ്ങനെ ഒരു ശത്രു രാജ്യമായി ഇന്ത്യയോട് പെരുമാറുന്നു എന്നുള്ളതാണ്. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന കാര്യം നോക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്ക് മേൽ ഇത്തരത്തിലുള്ള പിഴച്ചുങ്കം ഏർപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചതുപോലെ തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നയം അത് ഇന്ത്യയുടെ മേൽ എന്തുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു ഇടപെടൽ ഈ വിഷയത്തിന്മേൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടായിരിക്കാം? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതിനുമേലെ ഇടപെടാൻ സാധിക്കില്ല. കാരണം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ മുൻനിർത്തി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പൊതുവായിട്ടുള്ള വ്യാപാര സംവിധാനം ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയാണ്. അതായത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള നിയമവ്യവസ്ഥയും സ്ഥാപന വ്യവസ്ഥയും ഉൾച്ചേർന്നിട്ടുള്ളതാണ് WTO. അവിടെ നിന്ന് അമേരിക്ക പിന്മാറിയതോടുകൂടി തന്നെ അത് ഏകദേശം WTOയിൽ ഇനി അർത്ഥമില്ലാണ്ടായി. മാത്രമല്ല, WTOയ്ക്ക് പകരം ഓരോ രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക വ്യാപാര കരാർ ഉണ്ടാക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അങ്ങനെ അടുത്ത 2025 ഡിസംബറോട് കൂടി ഒരു സമഗ്രമായ സാമ്പത്തിക വ്യാപാര കരാർ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ആണ് ഈ അൾട്ടിമേറ്റം വരുന്നത്. ആഗസ്റ്റ് 7 മുമ്പായിട്ട് ഞങ്ങൾ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 50% നികുതി നമ്മളെ വരെ ചുമത്തിയിരിക്കുന്നു. അതെങ്ങനെ പറയാനാകുന്നു എന്നുള്ളതാണ്